നമ്മുടെ വീട്ടിലെ വൈദ്യുതി പാഴായി പോകുന്നുണ്ടോ എന്ന് നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ മനസ്സിലാക്കാം. എങ്ങനെയെന്നല്ലേ? നമുക്ക് വളരെ സിമ്പിളായ ആ ഒരു ടെസ്റ്റിലേക്ക് പോകാം. അതിനു മുമ്പ് ഞാൻ ബിജുവർജുൻ, B.S ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ ഇലക്ട്രിക്കൽ ടിപ്സുകളും അറിവുകളും അടങ്ങിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. B.S ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ ഇലക്ട്രിക്കൽ ടിപ്സുകൾ അടങ്ങിയിട്ടുള്ള ഈ വീഡിയോകൾക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ നല്ല സപ്പോർട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ കുറഞ്ഞ വീഡിയോയും കൂടുതൽ വ്യൂസുമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വീഡിയോകൾക്കെല്ലാം നല്ല കമൻറ്റുകൾ നൽകി വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഞാൻ ഒരു പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ഈ ഒരു ടെസ്റ്റിലേക്ക് ഒന്ന് പോകാം. നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു ക്ലാമ്പ് മീറ്ററാണ്. ക്ലാമ്പ് മീറ്റർ അതായത് ടോങ് ടെസ്റ്റർ എന്നൊക്കെ അറിയപ്പെടും. ഈ ക്ലാമ്പ് മീറ്ററിന് നമ്മുടെ സാധാ ക്ലാമ്പ് മീറ്ററിനേക്കാൾ ചെറിയൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ സാധാ ക്ലാമ്പ് മീറ്റർ വരുന്നത് 1 ആമ്പിയർ 2 ആമ്പിയർ അങ്ങനെ മുകളിലേക്കുള്ള റേഞ്ചിലായിരിക്കും. 200 ആമ്പിയർ 400 ആമ്പിയറൊക്കെ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് നമുക്ക് ചെറിയ മില്ലി ആമ്പിയർ വരെ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്ലാമ്പ് മീറ്ററാണ്. ഇപ്പോൾ സാധാരണക്കാർക്ക് ചിലപ്പോൾ ഈ ക്ലാമ്പ് മീറ്റർ എന്തെന്ന് പറഞ്ഞാൽ അറിയില്ല. ഇത് ഇലക്ട്രീഷ്യന്മാരുടെ എല്ലാ ഇലക്ട്രീഷ്യന്മാരുടെ കയ്യിലും ഉള്ള ഒരു കറണ്ട് ടെസ്റ്റ് ചെയ്യുന്നതിന് വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മൾട്ടിപർപ്പസ് ആയിട്ടുള്ളൊരു മീറ്ററാണിത്. ഇത് ഇലക്ട്രീഷ്യന്മാർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് തീർച്ചയായിട്ടും വാങ്ങണം. വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു മീറ്ററാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ വീട്ടിലെ ഉപയോഗിക്കുന്ന വൈദ്യുതി നമ്മുടെ ഉപയോഗം കൂടാതെ പാഴായി പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് ഒരു ടിപ്സ് പറഞ്ഞുതരാം. നമുക്ക് ഈ മീറ്റർ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. ഇത് നമുക്ക് KCBയുടെ ഒരു മീറ്റർ ബോക്സ് ആണ്. ഈ മീറ്റർ ബോക്സിൽ നിന്ന് നമുക്ക് വീടിനുള്ളിൽ കയറുമൊന്നും വേണ്ട, ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം, നമ്മുടെ വൈദ്യുതി പാഴാകുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിന് നമ്മൾ ആദ്യം നമ്മുടെ ഈ ക്ലാമ്പ് മീറ്റർ എടുക്കുക. ക്ലാമ്പ് മീറ്ററിൽ നമ്മൾ ഏറ്റവും ചെറിയ റേഞ്ച് എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ ഏറ്റവും ചെറിയ റേഞ്ച് മില്ലി ആമ്പിയർ വരെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു റേഞ്ചിൽ നമ്മളിത് സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ KCBയുടെ നമുക്ക് സർവീസ് വയർ തന്നിട്ടുണ്ട്. ഈ സർവീസ് വയറിലേക്ക് നമ്മളിങ്ങനെ ക്ലാമ്പ് ചെയ്ത് വെക്കുക. ഈ ക്ലാമ്പ് ചെയ്ത് ഇതേപോലെ തൂക്കിയിടുക. ഈ തൂക്കിയിടുന്ന സമയത്ത് നമുക്ക് ലീക്കേജ് ഉണ്ടെങ്കിൽ, അതായത് ആ സമയത്ത് നമ്മുടെ വീടിനുള്ളിൽ ഉപകരണങ്ങളെല്ലാം ഓൺ ചെയ്തിട്ടിരിക്കണം. എല്ലാ ഉപകരണങ്ങളും ഓൺ ചെയ്തിരിക്കണം. ഓൺ ചെയ്തതിന് ശേഷം ഈ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലാമ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാഴാകുന്ന വൈദ്യുതി, അതായത് ഏതെങ്കിലും തരത്തിൽ വൈദ്യുതി പാഴാകുന്നുണ്ടെങ്കിൽ അത് ഇവിടെ റീഡിംഗ് ആയിട്ട് കാണിക്കും. ഇതിൽ റീഡിംഗ് ഇപ്പോൾ വന്നിരിക്കുന്നത് 0.001 എന്നാണ് വന്നിരിക്കുന്നത്. നമ്മൾ അകത്തെ ഉപകരണങ്ങളെല്ലാം വർക്കിംഗ് ആണ്. ഇതിൽ റീഡിംഗ് വന്നിരിക്കുന്നത് 0.001 എന്നാണ്. അതായത് 1 മില്ലി ആമ്പിയർ മാത്രമാണ് നമുക്ക് ഇതിലൂടെ വൈദ്യുതി നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഉപകരണങ്ങളിൽ കൂടെയൊക്കെ പോകുന്നതായിരിക്കും. വളരെ ചെറിയ, അതായത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിലുള്ള, അത് കാര്യമായിട്ട് എടുക്കേണ്ടാത്ത തരത്തിലുള്ള ഒരു ലീക്കേജ് ആണ് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത്. അതൊരു വലിയൊരു പ്രശ്നമല്ല. ഇങ്ങനെ നമുക്ക് ഈ ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ച് വളരെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് റീഡിംഗ് കാണിക്കുമോ? അത് ഒരുവിധം ആൾക്കാർക്ക് ഒരു സംശയമായിരിക്കും. ഇങ്ങനെ ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കാണിക്കുമോ? അതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണമല്ലോ. നമ്മളിപ്പോൾ ഇവിടെ പുറത്ത് ഒരു ലോഡ്, അതായത് ഒരു ബൾബ് വെച്ചിട്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക്, അതായത് എർത്തിലേക്ക് ആ കറണ്ട് പോകുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കാണിക്കാം. ടച്ച് ചെയ്ത് കാണിക്കുമ്പോൾ ഇവിടെ വരുന്ന ആ വ്യത്യാസം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ടെസ്റ്റ് അല്ല ഇത്, ഇങ്ങനെ ക്ലാമ്പ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ റീഡിങ് കറക്റ്റായിട്ട് കാണുന്നുണ്ടോ അല്ലെങ്കിൽ അറിയാൻ കഴിയുമോ എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൾബ് ഉപയോഗിച്ചിട്ട്, ഒരു ഫിലമെൻറ്റ് ബൾബ് ഉപയോഗിച്ചിട്ട് നമുക്ക് കറണ്ട് ഈ എർത്തിലേക്ക് ഒന്ന് ടച്ച് ചെയ്യുകയാണ്. അതായത് അപ്പോൾ എർത്തിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ ബൾബ് കത്തും. അതുപോലെ തന്നെ ആ എർത്തിലേക്ക് പോകുന്ന കറണ്ട്, എത്രത്തോളം കറണ്ട് എർത്തിലേക്ക് പാസ്സായി പോകുന്നുണ്ട് അതിൻ്റെ റീഡിങ് ഇവിടെ കാണാനും സാധിക്കും. അതായത് ഉള്ളിലേക്ക് പോയി നമുക്ക് ഉപയോഗമില്ലാതെ പോകുന്ന ആ ഒരു കറണ്ടിൻ്റെ വ്യത്യാസമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ബൾബ് ഇവിടെ വെച്ചിട്ട് ഇത് നമ്മൾ ഒരു ലീഡ് നമ്മൾ എർത്തിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുകയാണ്. എർത്തിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റീഡിങ് ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന റീഡിങ് 0.001, അതായത് 1 മില്ലി ആമ്പിയർ ആണ് നമ്മുടെ ഒരു കറണ്ട് ലീക്കേജ് ആയിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളിത് ടച്ച് ചെയ്യുമ്പോൾ, അതായത് ഈ ബൾബിലൂടെ കറണ്ട് ഭൂമിയിലേക്ക് പാസ് ചെയ്യുമ്പോൾ എത്രത്തോളം വ്യത്യാസം വരുന്നത് കാണാം. ഇപ്പോൾ നമുക്ക് 0.383, അതായത് 0.383, അതായത് 383 മില്ലി ആമ്പിയർ കറണ്ട് നമുക്ക് പാഴായി പോകുന്നുണ്ട്. അതായത് എർത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് വീടിനകത്തൊന്നും പോകാതെ തന്നെ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോഡുകളെല്ലാം ഓൺ ആയിരിക്കണം. അതായത് നമ്മുടെ ലൈറ്റുകൾ, സ്വിച്ചുകൾ, ഫാനുകൾ എല്ലാം ഓൺ ആയിരിക്കണം. അഥവാ കൂടുതലായിട്ട് റീഡിംഗ് കാണിക്കുന്നുണ്ടെങ്കിൽ, കൂടുതൽ മില്ലി ആമ്പിയർ റീഡിംഗ് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉപകരണങ്ങളൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് നോക്കണം. അത് ഉപകരണങ്ങൾ വഴിയാണോ നമ്മുടെ വയറിംഗ് വഴിയാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതൊന്ന് ഓഫ് ചെയ്തിട്ടും കൂടെ ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങളുടെ വീടുകളിലും തീർച്ചയായിട്ടും ഇലക്ട്രീഷ്യനെ കൊണ്ട് ഈ ടെസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിളിക്കണമെന്നില്ല. മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോൾ ഇതേപോലെ ക്ലാമ്പ് മീറ്റർ വെച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ, നിങ്ങളുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി പാഴാവുന്നുണ്ടോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ നിങ്ങളുടെ ഇലക്ട്രീഷ്യനോട് ഒന്ന് ആവശ്യപ്പെടുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.